ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനലിൽ അഡിക്റ്റ് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലുള്ള നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ മുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ക്യാൻവാസ് ഷീറ്റ് ഉണ്ടാക്കി എടുക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അടുക്കളയിലുള്ള വെറും രണ്ടേ ഐറ്റം മാത്രം മതി ഇതിന്. അപ്പോൾ ഇതുപോലത്തെ മുണ്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതിനേക്കാൾ ഇച്ചിരി കട്ടിയുള്ളതുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ആ ഒരു മുണ്ടും ഐറ്റം കൂടി മാത്രം മതി. പിന്നെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഒത്തിരി ക്യാൻവാസ് ഷീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, പൈസ ചെലവില്ലാതെ. അത് നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാവുമല്ലോ മുണ്ടിനൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള പോർഷൻ മാത്രം നമ്മളൊന്ന് എടുക്കുക. കുറച്ച് കട്ടിയുള്ള മുണ്ട് നോക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുണ്ട് എത്ര അളവിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാൻവാസിൻ്റെ ഒക്കെ ഏകദേശം സൈസ് എന്ന് പറഞ്ഞാൽ A3 A4 ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ എനിക്ക് ഓക്കെ ആയിട്ടുള്ള അളവിലാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു നൂലൊക്കെ ഇളകി വരുന്ന ആ ഒരു പ്രശ്നം നമുക്ക് മാറി കിട്ടണമെങ്കിൽ ആ ഒരു കട്ട് ചെയ്യുന്ന ആ ഒരു രീതി മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ 1-2 കുഞ്ഞു പീസും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനാണ് ഇതുപോലെ ചെറിയ പീസായിട്ട് ഞാൻ മടക്കിയെടുത്തത്. അപ്പോൾ ഞാൻ ഇത്രയധികം കുഞ്ഞു പീസ് കട്ട് ചെയ്ത് ആ ഒരു മുണ്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. നമ്മൾ നോർമലി മുണ്ടൊക്കെ നമ്മളിങ്ങനെ സെറ്റ് മുണ്ട് സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം മുക്കാറില്ലേ, ഇത് അതിനേക്കാൾ കുറച്ചും കൂടി തിക്നെസ് കൂടിയ കഞ്ഞിവെള്ളമാണ്. പിന്നെ വൈറ്റ് റൈസിൻ്റെ എടുക്കുകയാണെങ്കിൽ നമ്മളെ ക്യാൻവാസ് ഷീറ്റ് കുറച്ചും കൂടി നല്ലൊരു വൈറ്റ് കളർ ഉണ്ടാവും. എൻ്റെ ഇതൊരു ചന്ദന കളർ പോലത്തെ രീതിയിലാണ് വന്നത്. സാധാരണ നല്ല കട്ടിയുള്ള ക്യാൻവാസൊക്കെ ഒരു ഓഫ് വൈറ്റ് കളറാണ് ഉണ്ടാവാറല്ലേ. അപ്പോൾ ആ ഒരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. നോർമൽ വൈറ്റ് റൈസിൻ്റെ ഒക്കെ അരിയാണ് ഉള്ളതെങ്കിൽ അതന്നെ എടുക്കുക. ഇതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലധികം നമുക്ക് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് വിടുവാണെങ്കിൽ നമ്മുടെ റിസൾട്ട് ഒന്നും കൂടി നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞു, ഒത്തിരിയല്ല, ജസ്റ്റ് പിഴിഞ്ഞ കഞ്ഞിവെള്ളം കംപ്ലീറ്റ് കളയാതെ ഞാനൊന്ന് അഴയിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ചെയ്യുന്ന പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചെറിയൊരു സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും വരാതിരിക്കാൻ നല്ല വെയിലത്ത് വെച്ച്, നല്ല നട്ടപ്പൊരിയുന്ന വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു വഴി. അപ്പോൾ ഞാൻ അത്രയും നല്ല വെയിലത്ത് വെച്ചിട്ട് തന്നെയാണ് ഉണക്കിയെടുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് പിന്നെയും ഡൗട്ട് ഉണ്ടാവും, ഞാൻ നാട്ടിലാണോ വീട്ടിലാണോ എന്നൊക്കെ. ഞാൻ ഇപ്പോൾ നാട്ടിലല്ല, ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായ വീഡിയോ ആണ്. സംഭവം ഞാൻ ക്യാൻവാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു ക്യാൻവാസിൽ നിന്ന് ഒരു ഡ്രോയിങ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കരുതി പോസ്റ്റ് ചെയ്യാമെന്ന്, അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നല്ല വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. വലിച്ച് ആ ഒരു ചുളിവൊക്കെ മാറ്റി നീറ്റാക്കിയിട്ട് തന്നെ ഉണക്കിയെടുക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ ചുളിവ് വരും ഉണങ്ങി കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയധികമാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നല്ല നീറ്റായിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഈ ഉണങ്ങി സെറ്റായത് ഒന്നും കൂടി ഒരു 2 പ്രാവശ്യമൊക്കെ കഞ്ഞിവെള്ളം ഒന്നും കൂടി മുക്കി ഇതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ആ ഒരു നല്ലൊരു വട്ടി പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് പാദസരത്തിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ മോള് ശ്വാസം വലിക്കുന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൻ്റെ മടിയിൽ കിടന്ന് അവൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അവളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഓഡിയോ കൊടുക്കാനും പോകാൻ പറ്റില്ല, അതൊക്കെ കൊണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ ഈ ചെയ്ത സെയിം സ്റ്റെപ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ. മൈദ നോർമലി നമ്മൾ പറയും പൊറോട്ട അടിക്കാൻ നല്ലതാണെന്നൊക്കെ, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പശയാക്കുന്നൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തന്നെയാണ്, നല്ല പശയാണ് ഈ ഒരു മൈദ എന്ന് പറയുന്നത്. അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലിക്വിഡായിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് നോർമൽ പച്ചവെള്ളത്തിൽ. അതിനുശേഷം ഈ ഒരു സെയിം നമ്മൾ നേരത്തെ കഞ്ഞിവെള്ളം മുക്കിയിട്ട് ആറിയിട്ട പോലെ തന്നെ ഈ ഒരു ലിക്വിഡിൽ മുക്കുക. ഈ കട്ടയില്ലാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മാക്സിമം അരിച്ചിട്ടൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു മിക്സിയിലൊക്കെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ കട്ടയില്ലാതെ നമുക്ക് മൈദ വെള്ളത്തിൽ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എനിക്ക് ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൈകൊണ്ട് മാത്രം കലക്കിയിട്ടാണ് മുക്കിയത്. ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട വന്നത് അത് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി ഉണങ്ങിയതിന് ശേഷം തട്ടിക്കളഞ്ഞാൽ പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ വെച്ചതായിരുന്നു. പക്ഷെ അങ്ങനെ ആ ഒരു മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടി ഒരു 2 പ്രാവശ്യം നമ്മളൊന്ന് ഫോളോ ചെയ്യണം. ഒരിക്കൽ മുക്കി ഉണക്കിയെടുക്കുക, പിന്നെയും മുക്കി ആറിയിടുക.
കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് മുക്കിയിട്ട് എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടിന് അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് നാൾ മുന്നേ ചെയ്ത വർക്കാണെന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആൾക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചെയ്തൊരു വർക്കിൻ്റെ റിസൾട്ട് കാണിക്കാൻ എന്തേ ഇത്രയും വൈകിയെന്ന് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത് ഇത്രയും നാളിന് ശേഷം എടുത്തിട്ട് നമ്മൾ ഉറുമ്പൊന്നും ഹരിച്ചിട്ടില്ലെങ്കിലല്ലേ നമുക്കത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന്. കാരണം കഞ്ഞിവെള്ളം മൈദയൊക്കെ ആകുമ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടായിരിക്കും ഉറുമ്പരിക്കൂലേന്ന്. ഇതുവരെ വലിയൊരു കുഴപ്പമില്ല, വരച്ച പിക്ചറിനും ഒരു കുഴപ്പമില്ല. അത് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഐറ്റം കൂടി നമുക്ക് നല്ല രീതിയിൽ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. വിരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 ദിവസത്തെ വെയിലൊക്കെ ഞാൻ നല്ല രീതിയിൽ കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് മടക്കി വെച്ചത്. നല്ല വടി പോലെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചില സമയങ്ങളിൽ വീട്ടിലെ പല കാര്യത്തിനും നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് നമ്മൾ കഥകളിയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന തുണി ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും അങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് നല്ലൊരു വർക്ക് ചെയ്യുന്നൊരു DIY തന്നെയാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ നല്ല കിടുവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് എടുക്കണം. അതിന് ശേഷം ഞാൻ ചെയ്തത് നല്ല ചൂടോടെ ഒന്ന് അയൺ ചെയ്തെടുത്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇൻ കേസ് നമ്മുടെ ക്ലോത്തിന് ചെറിയ ഉണക്കൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മളത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒട്ടും ഉണങ്ങാതെ നമ്മൾ ഒരിക്കലും ഇത് എടുത്ത് വെക്കരുത്. നാറാനുള്ള ചാൻസ് ഉണ്ട്, ഭയങ്കര സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നല്ല വെയിലത്ത് ഒരു 2-3 ദിവസം നമുക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ അത്രയും അടിപൊളിയാണ്. കണ്ടോ ഇപ്പം തന്നെ നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വർക്കാവോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ ചെയ്ത പെയിൻറ്റിങ്ങും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ വലിയ നഷ്ടമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. പഴയൊരു മുണ്ടും അതുപോലെ തന്നെ കുറച്ച് കഞ്ഞിവെള്ളം മൈദയൊക്കെ മാത്രം മതി. മൈദയൊക്കെ അത്രയും നമുക്ക് ബൾക്കായിട്ട് കിട്ടും ചെറിയൊരു എമൗണ്ടിൽ തന്നെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് എന്ത് കിട്ടി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനി എന്തും ആയിക്കോട്ടെ. അപ്പോൾ തെറിയൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ നാട്ടിലാണോ എന്ന്. ഞാൻ നാട്ടിലല്ല, ഞാനിപ്പോൾ UAE തന്നെയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം കൽബ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഷാർജ കൽബ എന്ന് പറയും, കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ചേച്ചി എവിടെയാണെന്ന്. ഇനി ഇതിലൊരു വർക്ക് ചെയ്തതും കൂടി ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം എന്താണ് റിസൾട്ട് കിട്ടിയതെന്ന് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ നല്ലൊരു നമ്മൾക്ക് സമയം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് തന്നെയാണ്. പിന്നെ അളവും കാര്യങ്ങളൊക്കെ നോക്കി നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കാൻ പറ്റുവാണെങ്കിലും നല്ല ബെസ്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് നല്ല നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ. മറ്റൊരു നല്ല വീഡിയോ കാണാം. സീ യു, ടേക്ക് കെയർ.